ആബേലച്ചൻ്റെ സ്മരണകൾ തളം കെട്ടി നിൽക്കുന്ന ഈ സായാഹ്ന സന്ധ്യയിൽ എനിക്ക് ആബേലച്ചൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചത് വളരെയധികം മനസ്സിൽ സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ അവാർഡ് എനിക്കെൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. 1993 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം എനിക്കായിരുന്നു. അന്ന് TDM ഹാൾ ഗ്രൗണ്ടിൽ 1ാം സ്ഥാനക്കാരുടെ പ്രകടനങ്ങൾ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ശ്രീ KS പ്രസാദ് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പോയി. സ്വന്തമായിട്ട് നമ്പറില്ല, ഒരു PP നമ്പറാണ്, പറഞ്ഞാൽ പറയും, അങ്ങനത്തെ ഒരു നമ്പറാണ്. അദ്ദേഹം ആ നമ്പർ വാങ്ങിച്ചിട്ട് പോയി. കലാഭവനിലേക്കാണെന്നൊന്നും പറഞ്ഞില്ല. പിന്നീട് ഞാൻ വേറെ എറണാകുളത്തുള്ളൊരു മിമിക്സ് ട്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കലാഭവനിലെ ജയനും സജീവനും കൂടി വന്നു, കലാഭവനിലേക്ക് നാളെ തുടങ്ങി വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കലാഭവനിലെത്തുന്നത്. 2 വർഷത്തോളം 93 വന്ന് 95, 96, 95 2 വർഷത്തോളം ഞാൻ കലാഭവനിലെ മിമിക്രി കലാകാരനായിട്ട് അരി വാങ്ങിച്ചു പോയ ഒരാളാണ് ഞാൻ. എൻ്റെ സഹോദരൻ മരിച്ചത് പിന്നെ എൻ്റെ വീട്ടിൽ വേറെ ആരും ജോലിക്ക് പോകുന്ന ആളുകളുണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കലാഭവനിൽ വന്നതിന് ശേഷം ആ ജോലിയും ഞാൻ അവസാനിപ്പിച്ചു, ഫുൾ ടൈം മിമിക്രിക്കാരനായി. ആബേലച്ചൻ തന്ന ഒരുപാട് സ്നേഹങ്ങൾ കൊണ്ടാണ്, അദ്ദേഹം കോരിയൊഴിച്ച ഒരുപാട് വെള്ളത്തിൻ്റെ അനന്തരഫലമാണ് ഞാനും മറ്റനവധി കലാഭവനിൽ നിന്ന് വന്ന സിനിമാ താരങ്ങൾ. ഞാൻ ആബേലച്ചനായിട്ടുള്ള ഒരു ഓർമ്മ ഒന്ന് പങ്കിടാം. കാരണം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ പറഞ്ഞ നേരത്തെ PP നമ്പറിൽ ആബേലച്ചൻ്റെ ഒരു ഫോൺ വന്നു. താൻ അന്ന് കോട്ടയത്താണ് ഞങ്ങൾക്ക് പ്രോഗ്രാം. നിങ്ങൾക്ക് കോട്ടയത്തല്ലേ പരിപാടി? അതെ. അപ്പോൾ താൻ ഇങ്ങോട്ട് വരണ്ട, നേരെ ഗോതിരത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ ഒരു ഗായികയുണ്ട്, ആ കലാഭവനിലെ പാടാൻ ആ കുട്ടിയെ ആലുവ CIയുടെയോ SIയുടെയോ മകളാണ്. ഗോതിരത്താണ് വീട്. താനൊന്ന് ചോദിച്ചിട്ട് കാറ് വിളിച്ച് പോയിക്കോളാൻ പറഞ്ഞതിനോട്. അപ്പോൾ എനിക്ക് ഗോതിരത്തിലേക്ക് പോകാൻ എളുപ്പ വഴി അറിയാം. ഞാൻ ബസ്സിൽ കയറി ഒരു കടത്തിറങ്ങി ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഞാൻ നേരെ ചെന്നത് കോട്ടയത്തേക്കാണ്. തിരുനക്കര മൈതാനത്താണ് അന്ന് പ്രോഗ്രാം. അപ്പോൾ കലാഭവൻ്റെ ഇന്നത്തെ പോലെ അല്ലെന്ന് തോന്നുന്നു, അന്ന് ഈ ബോക്സൊക്കെ വണ്ടിയിൽ നിന്ന് ചുവന്ന് ആർട്ടിസ്റ്റുകൾ തന്നെ ഇറക്കണം. അപ്പം ഞാൻ, കലാഭവൻ മണി, സാജൻ, 3 പേർക്കാണ് ഇത്തിരി പൊക്കമുള്ളത്. ബോക്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ കുഞ്ഞ് ബോക്സ്, 6-6 അടി ഹൈറ്റുള്ള ബോക്സ് ഞങ്ങൾ ചുവന്ന് കയറ്റണം. അന്ന് ഞാൻ ഇവരൊക്കെ ബോക്സ് കയറ്റിയ പിന്നെയാണ് ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവർ പിറ്റേ ദിവസം പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർ കലാഭവൻ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു, സലിംകുമാർ വൈകിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഉറങ്ങിയാണ് അവിടെ റൂമിൽ. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ പൈസ ഇവിടുന്ന് വാങ്ങിച്ചു കൊടുത്താവെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അച്ഛൻ്റെ റൂമിൽ ഷേളി ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ താൻ ഇന്നലെ താമസിച്ചാണോ അവിടെ തിരുനക്കര ചെന്നത്? ഞാൻ പറഞ്ഞു അതെ, ഞാൻ താമസിച്ചാണ് എന്നത്. 50 രൂപ ഫൈൻ. ഞാൻ പറഞ്ഞു ഓക്കെ, 50 രൂപ ഫൈൻ കിട്ടോ. അപ്പോൾ ബാക്കി എനിക്കൊരു 250 രൂപ ഇങ്ങോട്ട് തന്നെ. എന്തിന്? 300 രൂപ കാറ് കാച്ചായി. അപ്പം അച്ഛൻ പറഞ്ഞു ഫൈൻ വേണ്ട ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അച്ഛനറിയാം ഞാൻ ബസ്സിനാണ് പോയേക്കുന്നത്. പക്ഷെ അച്ഛനൊരു വാക്ക് തന്നിരുന്നു, കാറിന് വേണമെങ്കിൽ പോയിക്കോളാം. ഒരു രസകരമായ ഓർമ്മ. ഒരുപാട് കലാകാരന്മാർക്ക് അന്നം കൊടുത്ത ആ കലാകാരനും ഈ സ്ഥാപനത്തോടും എന്നും കടപ്പെട്ടിരിക്കും. പ്രത്യേകിച്ച് ഈ അവാർഡ് തന്ന കലാഭവൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും എൻ്റെ ഗുരുനാഥനായ KS പ്രസാദിനും നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. 69 വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ജോൺ ആൺസ് എന്ന കലാകാരൻ, അദ്ദേഹത്തിൻ്റെ 1428ാമത് ചിത്രം, ആ കാരിക്കേച്ചർ
നമ്മുടെ സലിം കുമാർ നല്ലിക്കുട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. മിമിക്രി എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് ബുദ്ധിയുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒരുപാട് TV ഷോസിൽ, നിങ്ങളിപ്പോൾ സിനിമയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ പുതിയ തലമുറയിലുള്ളവർ അദ്ദേഹത്തിൻ്റെ TV ഷോസ് എടുത്ത് കണ്ടാൽ എന്താണ് സ്പൂഫെന്നും ഇന്നത്തെ തലമുറ ഇപ്പം ചെയ്യുന്നത് സെറ്റയറായിട്ടുള്ള കാര്യങ്ങൾ സലീം കുമാർ അന്ന് ചെയ്തിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അസിസ്റ്റ് ചെയ്യാനും ഭൗതികമായിട്ട് എങ്ങനെയാണ് ഹാസ്യത്തിനെ അവതരിപ്പിക്കാം എന്നുള്ളത് ആദ്യമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കാനും, അതുപോലെ തന്നെ സലീം കുമാർ പറഞ്ഞു യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അന്ന് 2-3 സ്ഥാനങ്ങളൊക്കെ കിട്ടിയത് ഞാനും പക്രുവൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം സലീം കുമാർ വളർന്ന് വലുതായപ്പോൾ ഞങ്ങൾക്കാണ് സിനിമയിൽ കസേര കിട്ടിയത്. കാരണം ഇന്ന് ഇപ്പോൾ സിനിമയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും നമുക്കൊരു കസേര കിട്ടുന്നത് പലരും ഇനി ഇവനെന്നാലും എന്തെങ്കിലും ഒരു നാഷണൽ അവാർഡ് കിട്ടുമോ, ഇവനെ ബഹുമാനിച്ചേക്കാമെന്ന് പറഞ്ഞ് അന്ന് മുതൽ നമ്മൾ ബഹുമാനിക്കാനും തുടങ്ങി. ആ മതിൽ പൊളിച്ച് തന്നത് സലീപ്പൻ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേർക്ക് പല പുരസ്കാരങ്ങളും ലഭിച്ചു. അപ്പോൾ സലീം കുമാർ ഇവിടെ പറഞ്ഞു കലാഭവനിൽ നിന്ന് വന്നവർ എല്ലാവരും ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഒരു ഗുരുകുല വിദ്യാഭ്യാസമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എനിക്കും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അത് സ്വീറ്റ് റിവഞ്ചാക്കി തീർക്കാൻ സാധിക്കുന്നോ മറ്റൊന്നല്ല. കലാഭവൻ്റെ പല പരിപാടികളിൽ എൻ്റെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഞാൻ വരും. പിന്നെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് കലാഭവൻ്റെ പരിപാടിക്ക് എത്തുന്നത്. അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇപ്പോൾ ആവേലച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ സാറിനെ ഫൈൻ അടിച്ചേനെ ഇന്ന് വൈകി വന്നതിൻ്റെ പേരിൽ. അപ്പം അത്രയ്ക്കൊരു കൃത്യനിഷ്ഠയായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കലാഭവൻ എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ വന്നവരാരും പാഴായി പോയിട്ടില്ല. അതിൽ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ജയറാമേട്ടനും അതുപോലെ തന്നെ മണിച്ചേട്ടനും സലീം കുമാറൊക്കെ തന്നെയാണ്. ഇവർ പ്രതിഭകൾ മാത്രമല്ല യഥാർത്ഥ മനുഷ്യരാണ് എന്നുകൂടി കാണിച്ചു തന്നു. സലീം കുമാർ ഒരു കലാകാരൻ എന്നറിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നല്ലൊരു മനുഷ്യൻ എന്ന പേരിൽ അത് എവിടെയും വെട്ടിത്തുറന്ന് പറയാനും കൃത്യമായിട്ട് നിൽക്കാനും ഒരു ഫേക്കായിട്ടുള്ള ഒരു മുഖംമൂടി വെച്ച് ഒരു സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ആഗ്രഹമാണ്. എനിക്കിവിടെ അവസരം കിട്ടുന്നതും ഇവിടെ വന്ന് സംസാരിക്കേണ്ടതും എൻ്റെ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റാണ് ഞാനിവിടെ എത്തിയത്. എനിക്കിവിടെ ഒരു അവസരം തന്ന കലാഭവനും അതുപോലെ തന്നെ സലീം കുമാറിനെ ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. മാ സംഘടനയുടെ പ്രതിനിധിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ടിനി ടോം അദ്ദേഹം പൊന്നാട നൽകി സ്വീകരിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, സത്യത്തിൽ വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ കണ്ടപ്പോൾ തന്നെ ശ്രീ സലീം കുമാറിനോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ് എന്ന് പറഞ്ഞു. ശ്രീ സലീം കുമാറിന് അതത്ര വിശ്വാസമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞതല്ല, ഞാൻ അങ്ങയുടെ പരിപൂർണനായ ഒരു ആരാധകനാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഒരു അവാർഡ് ഇവിടെ വെച്ച് നൽകുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ നിഷ്കളങ്കമായ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീ സലീം കുമാറിനെ സലീം കുമാറാക്കിയ കലാഭവൻ്റെ പേരിൽ ആബേലച്ചൻ്റെ പേരിലുള്ള അവാർഡ് കിട്ടിയത് എനിക്ക് തോന്നുന്നു അങ്ങ് മറ്റെന്തിനേക്കാൾ കൂടുതൽ വിലമതിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ കൈയടിച്ചില്ലേ? ഞാൻ ആനന്ദബോസ് സാറിന് ഒരുപാട് പരിപാടികളുണ്ട്, അധികം സമയമെടുക്കാൻ പാടില്ലാത്തതാണെങ്കിലും കൂട്ടത്തിൽ ഒരു തമാശയാണെങ്കിലും നടന്നൊരു കാര്യം പറയാം. ഇത്രയേറെ ശ്രീ സലീം കുമാറിന് ഇഷ്ടപ്പെടുന്ന ഞാൻ മേയറാകുന്നതിന് മുമ്പ്, ശ്രീ രമേശ് പിഷാരടിയും ടിനി ടോമൊക്കെ കേൾക്കാൻ പറയുകയാണ്, മേയറാകുന്നതിന് മുമ്പ് ഞാൻ എറണാകുളം അസംബ്ലിയിൽ ശ്രീ ഹൈബി ഈഡനോട് മത്സരിച്ചു. അപ്പം ഞങ്ങൾ തോക്കുമെന്നറിഞ്ഞിട്ടും വെറുതെ തോക്കണ്ട, ഒന്ന് മത്സരിക്കാമെന്ന് വിചാരിച്ചിട്ട് മത്സരിച്ചാണ്. ശ്രീ ഹൈബി ഈഡൻ്റെ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശ്രീ സലീം കുമാറാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ഈ ഹൈബി ഈഡനെ തോപ്പിക്കാൻ എവിടെ നിന്നോ ഏതോ ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചേക്കാണ്. അപ്പം അത് രസകരമായ കാര്യം ഞാൻ പറഞ്ഞാൽ അത്രയും രസകരമായി വരില്ല. അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ കമൻറ്റിൻ്റെ ഒരു ശീലമുണ്ടല്ലോ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയോട് യാതൊരുവിധ ഈർഷ്യയുമില്ല, അങ്ങ് സത്യമാണ് പറഞ്ഞത്, ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പക്ഷേ എൻ്റെ പ്രസ്ഥാനം ആവശ്യപ്പെട്ടതുപോലെ ഒന്ന് ഏറ്റുമുട്ടണമെന്ന് പറഞ്ഞു, നന്നായി ഏറ്റുമുട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയോട് എതിർപ്പില്ലാത്തത്
അങ്ങയുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്, തുറന്നതാണ്. അങ്ങയുടെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയമായിരിക്കണമെന്നില്ല. പക്ഷേ താങ്കളുടെ നിലപാടുകൾ വ്യത്യസ്തമാകുമ്പോഴും താങ്കളോടുള്ള സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു കുറവുമില്ല എന്ന് പറയാനാണ് ഞാൻ ആ സംഭവം ഇപ്പോൾ ആവർത്തിച്ചത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഈ ശ്രീ സലീം കുമാറിൻ്റെ ഏത് സിനിമ വരുമ്പോഴും ഒരു മിനിറ്റ് പോസ് ചെയ്യാൻ പറയും, കാണാൻ പറയും. ഇപ്പോഴും യൂട്യൂബിലിട്ട് കാണും. ഞാൻ ഈ സന്ദർഭത്തിൽ ആബേലച്ചനെ സ്മരിക്കുകയാണ്. കാരണം നമ്മൾ കണ്ടതാണ് ശ്രീ ജയറാമും അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയും കൊച്ചിൻ അനീഫയും അങ്ങനെ എത്രയോ താരങ്ങളെ സമ്മാനിച്ച, എത്രയോ കലാകാരന്മാരെ സമ്മാനിച്ച ഒരു വലിയ പ്രസ്ഥാനം കൊച്ചിയിലാണ് എന്നതിൽ കൊച്ചി മേയർ എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. First of all, I would like to congratulate Shri Salim Kumar ji for the award that he has got tonight, all because of his hard work. His Excellency, the Honorable Governor of West Bengal, invites Kala Bhavan to come to West Bengal and start its maiden unit in West Bengal. And he has also graciously decided to donate rupees 2 lakhs as a token amount for this Kala Bhavan West Bengal, which has to come there.